ന്യൂസ് നൈറ്റിൽ ആദ്യ വാർത്തയായി നമ്മൾ കേൾക്കുന്നു. ഭാരത കത്തോലിക്ക സഭയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി ചുമതലയേറ്റിരിക്കുകയാണ്. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. കത്തോലിക്ക സഭയുടെ കർദിനാളായി വാഴിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന് മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ആശംസകളും അല്പസമയം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ PJ അരുൺ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ 1.5 മണിക്കൂർ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അടങ്ങുന്ന ഒരു വലിയ സംഘം അംഗങ്ങളെ ഇപ്പോൾ കർദിനാളായി ഇപ്പോൾ ചുമതലയേൽക്കുന്ന ചടങ്ങുകൾ പൂർണ്ണമായോ? ഇപ്പോൾ അവിടെ ചടങ്ങുകൾ, പ്രത്യേകിച്ച് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങേയറ്റം അഭിമാനാർഹമായ മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷം. സംസ്ഥാനം ഒപ്പം തന്നെ രാജ്യം ഒന്നാകെ ഈ ഒരു ഘട്ടത്തിൽ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. കാവ്യ, നമ്മൾ നേരത്തെ കണ്ടു ചങ്ങനാശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഒരു വൈദിക പദവിയിൽ നിന്നും ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം, സഹോദരി ഭർത്താവും ബാക്കി അവിടുത്തെ കുഞ്ഞുങ്ങൾ പോലും ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ത്യക്ക് ആകെ വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ് ഈ കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവിൻ്റെ ആ ഒരു സ്ഥാനാരോഹണം എന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 പേരാണ് ഇപ്പോൾ കർദിനാൾമാരായി വത്തിക്കാനിൽ ഉള്ളത്. നേരത്തെ മാർ ജോസഫ് പാറേക്കാട്ടിൽ, മാർ ജോർജ് ആലഞ്ചേരി, ഒടുവിലായി ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാളായി മാർജ് ജോർജ് ജേക്കബ് കൂവക്കാട്. വലിയൊരു അഭിമാനകരമായ നിമിഷം തന്നെയാണ് ഇന്ത്യക്ക്. ഇത് കത്തോലിക്ക സഭയ്ക്ക് ആകെ, വിശ്വാസികൾക്ക് ആകെ അഭിമാനകരമായ നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നല്ല ഇടയനായ കൂവക്കാട് തിരുമേനിക്ക് ഈ ഒരു സ്ഥാനലബ്ധിയിലൂടെ കൂടുതൽ ചുമതലകൾ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചത്തുരത്തിൽ നടന്ന ആ ഒരു ചടങ്ങ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് അത് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ചുവന്ന തൊപ്പി അണിയിക്കുക എന്നതിലൂടെയാണ് കർദിനാൾമാരെ ആ ഒരു സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി അവർക്ക് സ്ഥാനം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട സ്ഥാനദണ്ഡുകളും ബാക്കി ചിഹ്നങ്ങളെല്ലാം മാർപ്പാപ്പ കൈമാറിക്കഴിഞ്ഞു. പ്രധാനമായും ആ ഒരു ചുവന്ന തൊപ്പി കൈമാറുക എന്നുള്ളതാണ്. ആ ഒരു ചടങ്ങുകളെല്ലാം ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഇരുപതാമനായി കർദിനാളായി ചുമതലയേൽക്കപ്പെട്ട ജോർജ് കൂവക്കാട്, കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള 44-കാരനായ ബിഷപ്പ്, അദ്ദേഹമാണ് യുക്രൈൻകാരനാണ്. അദ്ദേഹമാണ് ഏറ്റവും അവസാനം ഈ കർദിനാൾ ചുമതല ഏറ്റത്. എന്തായാലും വലിയ രീതിയിലുള്ള ആത്മീയപരമായ ഒരു ചടങ്ങിൽ തന്നെയാണ് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചത്തുരം സാക്ഷിയായത്. കാരണം ഈ ഒരു 21 കർദിനാൾമാർ ഈ ഒരു ചുമതല ഏൽക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാരാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം, ജോർജ് കൂവക്കാടിനോടൊപ്പം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ചങ്ങനാശ്ശേരി കോളേജിലാണ്. SP കോളേജിൽ നിന്നാണ് അദ്ദേഹം രസതന്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. കൂടാതെ പിന്നീട് വൈദിക വേലയിൽ അദ്ദേഹം ആകൃഷ്ടനായി. അദ്ദേഹം സെമിനാരിയിൽ ചേരുകയുണ്ടായി. ആർച്ച് ബിഷപ്പ് പൗവത്തിൽ അദ്ദേഹത്തിനെ പിന്നീട് മലബാർ കത്തോലിക്ക ചർച്ചിലും, പിന്നെ അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി പാറയിൽ സെൻറ്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയുമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം വൈദിക പഠനം പൂർത്തിയാക്കിയത് കുറിച്ചി സെൻറ്റ് തോമസ് മൈനർ സെമിനാരിയിലും ആലുവയിലെ സെൻറ്റ് ജോസഫ് ആ ഒരു സെമിനാരികളിലുമായി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അരുണാണ് വിവരങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നൽകിയത്. വത്തിക്കാനിൽ നടന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളമെമ്പാടുമുള്ള വിശ്വാസ സമൂഹവും സാക്ഷിയായിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശി കൂടിയാണ് അദ്ദേഹം. അവിടെ ഉറുദു പള്ളിയിലും ആയിരക്കണക്കിന് പേരാണ് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത്. ആശംസകൾ നേർന്നുകൊണ്ട് നാനാതുറകളിലുമുള്ളവർ ഇപ്പോൾ എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ അടക്കം വാക്കുകൾ നമ്മൾ കേട്ടു.